എല്ലാവർക്കും ലവ് ആൻഡ് ലവ് ഉള്ളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡി ജെ ആക്ഷൻ 2 ക്യാമറയുടെ അൺബോക്സിംഗ് ആണിത്. ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് ഒന്നുമല്ല. ആമസോണിൽ ഞാൻ ഡി ജെ ആക്ഷൻ 2 ക്യാമറ ഓർഡർ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെത്തിയപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ഒരു 1 ഇയർ വാറണ്ടി വിത്ത് ബിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടു. ഡി ജെയുടെ ഒരു മിമോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉണ്ട്. നമ്മുടെ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാമറ, അതിൻ്റെ കൂടെയുള്ള ബാറ്ററി മൊഡ്യൂൾ, പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കേസ്, റീചാർജബിൾ കേബിൾ, അങ്ങനെയുള്ള ആക്സസറീസ് ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ ചാനലിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്യാമറ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് പോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡി ജെ ആക്ഷൻ 2 ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് പരിചയപ്പെടുത്തുന്ന എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട അഡാപ്റ്റർ അതെല്ലാം മാഗ്നറ്റിക്കാണ്. ഈ ഒരു ക്യാമറ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം, ഇത് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിച്ചത്. ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ. അപ്പം ഇത് ചാർജബിൾ കേബിൾ. ഈ ഹീറ്റിംഗ് ഇഷ്യൂ നമ്മളതൊരു പരിധി വരെ നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിവ്യൂസ് കണ്ടത്. അതുപോലെ തന്നെ എൻ്റെ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ എനിക്കിത് പറ്റുന്ന ഒരു സംഭവമാണ് ഡി ജെ ആക്ഷൻ 2. അതുകൊണ്ട് ഞാനിത് വാങ്ങിയത്. ഇത് ഹെഡ് ബാൻഡാണ്, നമുക്ക് മാഗ്നറ്റിക് ഹെഡ് ബാൻഡാണ്. ഇത് ഹെഡിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൽ ഹാങ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈക്ക് റൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാവുന്ന ഓപ്ഷൻസൊക്കെ ഉണ്ട്. മറ്റുള്ള ആക്ഷൻ ക്യാമറയെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അഴുക്കി ഇടുകയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ മാഗ്നറ്റിക് രീതിയിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അത് കുറച്ച് കംഫർട്ടായിട്ട് തോന്നി. അത് മാത്രമല്ല, ഈ മാഗ്നറ്റിക് സംഭവങ്ങളും മെറ്റാലിക് കോട്ടിംഗ് ഒക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഈ ഓവർ ഹീറ്റ് ഇഷ്യൂ ഉള്ളത്. ഇതാണ് കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന, ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാവുന്ന എക്യുപ്മെൻറ്റ്, അതിൻ്റെ ആക്സസറി. അപ്പോൾ ഈ ക്യാമറയുടെ വില തന്നെ ആദ്യം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് നോക്കിയപ്പോൾ 53,000 രൂപയ്ക്കായിരുന്നു ഇത് ലോഞ്ച് ചെയ്ത സമയത്ത്. പിന്നീട് അത് കുറഞ്ഞ് ഇപ്പോൾ 15,000 രൂപയോളമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഡ്യുവൽ സ്ക്രീൻ അല്ല, ഇത് സിംഗിൾ സ്ക്രീനാണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ബാറ്ററി മൊഡ്യൂളുണ്ട്. അതിൽ ഡ്യുവൽ സ്ക്രീൻ വരുന്ന രീതിയിലുള്ളതുണ്ട്. അത് സ്റ്റോക്ക് അവൈലബിൾ ആയിരുന്നില്ല. ഇതാണ് അവൈലബിലിറ്റി കണ്ടത്. നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് നോക്കണം. ഇതിൽ 4K വരെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു ക്യാമറയാണ്. ഇതാണ് ഡി ജെ ആക്ഷൻ ഡിവൈസ് കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് ആദ്യം വിഘ്നേശ്വരയാണ് ഷൂട്ട് ചെയ്തത്. പിന്നീട് നമ്മുടെ വീടിൻ്റെ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊക്കെ നോർമൽ ഷൂട്ട് ലെവലാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. 4K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ടാകും. അത് ഞാൻ ബൈക്കിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, അത് വരും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത വിഷ്വൽസ്. അപ്പോൾ ഇത് സൂം ചെയ്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള ക്യാമറയൊക്കെ ഇത് ഞാൻ തലയിൽ ഹെഡ് ബാൻഡിൽ വെച്ചിട്ട് ഹാൻഡ്സ് ഫ്രീ ആക്കി ഹെഡ് ബാൻഡിൽ വെച്ചിട്ട് ചെയ്ത് സ്ലോ മോഷനിൽ ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. ലോ ലൈറ്റിലാണ് ഞാനിത് ഷൂട്ട് ചെയ്ത് നോക്കിയത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വീടിനകത്ത് ലൈറ്റ് ഒട്ടും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയത്. കമ്പാരിറ്റീവ്ലി ഈ പ്രൈസിനൊക്കെ ഇച്ചിരി ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് അഫോർഡബിളായിട്ട് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിത് വാങ്ങിച്ച് വ്ളോഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെയും ചോയ്സാണ് ഏത് വാങ്ങണം എന്നുള്ളതൊക്കെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കൊണ്ട് ഞാനിത് വാങ്ങാൻ ആഗ്രഹിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ ഉപയോഗിക്കാൻ ഒന്നും തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ പിന്നീട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ക്യാമറ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കും അവരോട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഒരു ഉപകരിക്കുന്നതായിരിക്കും ആ കമൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ചാനൽ തുടർന്നും കാണണം. ഇഷ്ടപ്പെട്ടാൽ തുടർന്നും കാണണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ ഈ ചാനൽ ഡെവലപ്പ് ആവൂ. അപ്പോൾ നിറയേറെ വീഡിയോസ് ഇതിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഞാൻ ഈ ക്യാമറ വാങ്ങിയത് അതിനാണ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹത്തിലേക്ക് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഡി ജെ ആക്ഷൻ 2 ക്യാമറയുടെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഹെഡ് ബാൻഡ് വെച്ചിട്ട് മാഗ്നറ്റിക് കണക്ഷൻ ഉള്ള ഹെഡ് ബാൻഡാണ്. അതിൽ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഹാൻഡ്സ് ഫ്രീ ആയിട്ട് സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 4K റെസൊല്യൂഷനുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.